പണ്ട് പണ്ട് എരിമല എന്നറിയപ്പെട്ടിരുന്ന സദാ പുകഞ്ഞുകൊണ്ടിരുന്ന ഒരു അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിൽ ഇഗ്നീസ് എന്നൊരു ഭീമാകാരനായ ഡ്രാഗൺ ജീവിച്ചിരുന്നു. ഇഗ്നീസിന്റെ ചെതുമ്പലുകൾ തിളങ്ങുന്ന കറുപ്പ് നിറമായിരുന്നു. അവ സൂര്യരശ്മി തട്ടുമ്പോൾ ചെമ്പ് പോലെ ചുവന്നു തുടുക്കും. അവന്റെ കണ്ണുകൾ കനലെന്ന പോലെ തീക്ഷ്ണമായിരുന്നു. അവന്റെ ഓരോ ശ്വാസത്തിലും ചൂടുള്ള നീരാവി പുറത്തു വന്നു. ഇഗ്നീസ് ദേഷ്യത്തിലാകുമ്പോഴോ തന്റെ ഗുഹയ്ക്ക് ഭീഷണിയുണ്ടാകുമ്പോഴോ മാത്രമാണ് അവൻ തീ തുപ്പുക പതിവ്. ആ തീ വെറുമൊരു തീയായിരുന്നില്ല. അത് പാറകളെ ഉരുക്കാനും വലിയ മരങ്ങളെ നിമിഷനേരം കൊണ്ട് ചാരമാക്കാനും കെൽപ്പുള്ള നീലജ്വാലയായിരുന്നു. അതിനാൽ തന്നെ ഇഗ്നീസിനെ എല്ലാവരും ഭയപ്പെട്ടിരുന്നു. ആരും അവന്റെ അടുത്തേക്ക് പോകുമായിരുന്നില്ല. ഇഗ്നീസിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവന്റെ ഗുഹയുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ച ഒരു സ്വർണ്ണമുട്ടയായിരുന്നു. അത് സാധാരണ മുട്ടയായിരുന്നില്ല. അത് 1000 വർഷത്തിലൊരിക്കൽ മാത്രം വിരിയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ഡ്രാഗൺ കുഞ്ഞിന്റെ മുട്ടയായിരുന്നു. ഇഗ്നീസ് അതിനെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ചു. ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ കാവൽ നിന്നു. ഒരു ദിവസം ദുഷ്ടനായ മന്ത്രവാദിയായ സാർഡോസ് ഈ മുട്ടയെക്കുറിച്ച് അറിഞ്ഞു. ആ മുട്ട കൈവശപ്പെടുത്താൻ കഴിഞ്ഞാൽ ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കാമെന്ന് അവൻ വിശ്വസിച്ചു. സാർഡോസ് തന്റെ ഇരുണ്ട മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ച് എരിമലയുടെ മുകളിൽ പറന്നെത്തി. ഇഗ്നീസ് ഉടൻ തന്നെ അപകടം മണത്തറിഞ്ഞു. സാർഡോസ് ഗുഹയുടെ വാതിൽക്കലെത്തിയതും ഇഗ്നീസ് ഒരു ഭീകരമായ ഗർജനത്തോടെ മുന്നോട്ട് കുതിച്ചു. "പോവുക, ഇത് എന്റെ സ്ഥലമാണ്," ഇഗ്നീസ് അലറി. സാർഡോസ് ചിരിച്ചുകൊണ്ട്, "ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എനിക്കാണ് വേണ്ടത് ഡ്രാഗൺ. നീ വെറും ഒരു കാവൽക്കാരൻ മാത്രം." മന്ത്രവാദി ശക്തിയേറിയൊരു മഞ്ഞുമന്ത്രം ഇഗ്നീസിന് നേരെ പ്രയോഗിച്ചു. തീജ്വാലകളെപ്പോലും കെടുത്താൻ കഴിവുള്ളതായിരുന്നു ആ മഞ്ഞ്. തണുപ്പറിഞ്ഞതും ഇഗ്നീസിന്റെ കോപം കത്തിജ്വലിച്ചു. ഇഗ്നീസ് ആഴത്തിൽ ഒരു ശ്വാസമെടുത്ത് തന്റെ നെഞ്ചിൽ അഗ്നിയെ ഒതുക്കി. എന്നിട്ട് സാർഡോസിനു നേരെ ഭീമമായൊരു നീലജ്വാല തുപ്പിയെറിഞ്ഞു. ജ്വാല മഞ്ഞുമന്ത്രത്തെ നിമിഷനേരം കൊണ്ട് ആവിയാക്കി കളഞ്ഞു. തുടർന്ന് മന്ത്രവാദിക്ക് നേരെ പാഞ്ഞെടുത്ത തീ കണ്ട് സാർഡോസ് ഭയന്നു വിറച്ചു. അവൻ തന്റെ മാന്ത്രിക വടി പോലും ഉപേക്ഷിച്ച് ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇഗ്നീസ് വിജയിച്ചതിന്റെ ആശ്വാസത്തിൽ ഗുഹയിലേക്ക് തിരികെ പോയി. അവൻ സ്വർണ്ണമുട്ടയെ തലോടി. മുട്ട സുരക്ഷിതമായിരുന്നു. അന്നു മുതൽ ആരും എരിമലയുടെ അടുത്തേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. ഇഗ്നീസ് അഗ്നിപർവ്വതത്തിന്റെ ധീരനായ കാവൽക്കാരനായി തന്റെ കടമ തുടർന്നു.